പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി റിവൈവയിലേക്ക് സ്വാഗതം. റിവൈവ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് ചൈനയിലെ ഹോങ്കോങ്ങിലുള്ള ജാമിയ മസ്ജിദിന്റെ ചരിത്രവും വർത്തമാനവും. ഹോങ്കോങ്ങിന്റെ തിരക്കേറിയ സെൻട്രൽ ജില്ലയിൽ ആകാശത്തോട് ചേർന്ന് നിൽക്കുന്ന ഗ്ലാസ് കെട്ടിടങ്ങൾക്കുമിടയിൽ ട്രാമുകൾ ശബ്ദമില്ലാതെ സഞ്ചരിക്കുന്ന തെരുവുകൾക്കിടയിൽ നഗരത്തിന്റെ പാളികളായ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു നിശബ്ദ സാന്നിധ്യം ജാമിയ മസ്ജിദ്. ഹോങ്കോങ്ങിന്റെ സെൻട്രൽ പ്രദേശത്തെ വഴികളിലൂടെ നീങ്ങുന്ന ഒരു യാത്രയാണ് ഡോക്ടർ സൺ യാറ്റ് സെൻ ഹിസ്റ്റോറിക്കൽ ട്രെയിൽ. അതിനോട് ചേർന്നാണ് ജാമിയ മസ്ജിദ് നിലകൊള്ളുന്നത്. ഡോക്ടർ സൺ യാറ്റ് സെൻ ഹിസ്റ്റോറിക്കൽ ട്രെയിൽ എന്ന് പറയുന്നത് ഒരു സാധാരണ ടൂറിസ്റ്റ് പാതയല്ല, ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരവസരമാണ്. ചൈനയുടെ വിപ്ലവ നേതാവും ആധുനിക ചൈനയുടെ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്ന ഡോക്ടർ സൺ യാറ്റ് സെന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെയാണ് ഈ ട്രെയിൽ ബന്ധിപ്പിക്കുന്നത്. ഈ ട്രെയിലിനോട് ചേർന്നാണ് 1890 നിർമ്മിക്കപ്പെട്ട ജാമിയ മസ്ജിദ് നിലകൊള്ളുന്നത്. ഹോങ്കോങ്ങിലെ ഏറ്റവും പഴക്കമേറിയ മസ്ജിദാണ് ഈ ജാമിയ മസ്ജിദ്. വെളുത്ത മുഖഭാഗവും വളഞ്ഞ ജാലകങ്ങളും ഇസ്ലാമിക ശൈലിയും കോളനിയൽ ശൈലിയും ചേർന്ന ഒരു രൂപകൽപ്പനയാണ് ഈ നഗരത്തെ രൂപപ്പെടുത്തിയ വൈവിധ്യമാർന്ന സമൂഹത്തിൻ്റെ പ്രതിബിംബം എന്ന് തന്നെ പറയാം. ഷെല്ലി സ്ട്രീറ്റിൻ്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മസ്ജിദ് ദക്ഷിണേഷ്യ, മിഡിൽ ഈസ്റ്റ്, മറ്റു രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ മുസ്ലിം സമൂഹങ്ങൾക്ക് ആത്മീയ അഭയകേന്ദ്രമായി മാറി. വ്യാപാരികൾ, സൈനികർ, തൊഴിലാളികൾ, കുടുംബങ്ങൾ ഹോങ്കോങ്ങിനെ സ്വന്തം വീടാക്കി മാറ്റി. അകത്ത് കയറുമ്പോൾ അന്തരീക്ഷം മാറുന്നു. നഗരത്തിൻ്റെ ശബ്ദങ്ങൾ മാഞ്ഞു സമാധാനവും സുതാര്യതയും പ്രകാശവും നിറഞ്ഞ ഒരു അന്തരീക്ഷം. ഒരിക്കലും നിശ്ചലമാകാത്ത നഗരത്തിനുള്ളിലെ ഒരു ശാന്തതയുടെ ഇടം. ജാമിയ മസ്ജിദ് ഒരു ആരാധനാലയം മാത്രമല്ല, സഹവർത്തിത്വത്തിൻ്റെ പ്രതീകം കൂടിയാണ്. വിശ്വാസം, ചരിത്രം, സംസ്കാരപരമായ തുടർച്ച എന്നിവയുടെ സാക്ഷി. ലോകത്തിലെ ഏറ്റവും സജീവമായ നഗരങ്ങളിൽ ഒന്നിൻ്റെ ഹൃദയഭാഗത്ത് 1890 നിർമ്മിച്ച ഈ മസ്ജിദ് 1915 അതിനെ റീബിൽഡ് ചെയ്തെടുത്തത്. ഹോങ്കോങ്ങിലെ ജാമിയ മസ്ജിദിൻ്റെ ചരിത്രം പറയുമ്പോൾ മറക്കാൻ പറ്റാത്ത ഒരു പേര് HMH ഇസാക്ക് ഏലിയാസ്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മസ്ജിദ് പുനർനിർമ്മിക്കാൻ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു. ഒരു ആരാധനാലയം മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ ആത്മീയ കേന്ദ്രം നിലനിൽക്കണമെന്ന ദൂരദർശനമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് പിന്നിൽ. അന്നത്തെ മുസ്ലിം സമൂഹത്തിൻ്റെ നേതാവായിരുന്ന അദ്ദേഹം ഹോങ്കോങ്ങിലെ ഇസ്ലാമിക സമൂഹത്തെ ഏകോപിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ജാമിയ മസ്ജിദ് പുതുക്കിപ്പണിതു. ഇന്നും അത് വിശ്വാസത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നു. ഒരു കെട്ടിടം പുനർനിർമ്മിച്ചതിൽ മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ ആത്മവിശ്വാസം കൂടി ശക്തിപ്പെടുത്തിയ ഒരു മഹത് വ്യക്തിത്വമാണ് HMH ഇസാക്ക് ഏലിയാസ് എന്ന ഇന്ത്യയിലെ ബോംബെയിൽ നിന്നുള്ള ഈ മഹത് വ്യക്തി. ജാമിയ മസ്ജിദ് ഒരു ആരാധനാലയം മാത്രമല്ല, സഹവർത്തിത്വത്തിൻ്റെ പ്രതീകം കൂടിയാണ്. വിശ്വാസം, ചരിത്രം, സംസ്കാരപരമായ തുടർച്ച എന്നിവയുടെ സാക്ഷി. ലോകത്തിലെ ഏറ്റവും സജീവമായ നഗരങ്ങളിൽ ഒന്നിൻ്റെ ഹൃദയഭാഗത്ത്. നിലവിൽ ഈ ജാമിയ മസ്ജിദ് പുനർനിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയിൽ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, റമദാനില്ല, പള്ളികളില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പൊതുവെ ഉയർന്നു വരുന്നത് റമദാൻ മാസത്തിലാണ്. ഈ 2026 റമദാൻ മാസത്തിൽ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ മുന്നിലേക്ക് ഞാനിതാ ഈ വീഡിയോ സമർപ്പിക്കുന്നു.